थैंक यू फ्रेंड्स। कल देर रात आपसे मिलने का मौका मिल गया। मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी। ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा। थैंक यू दोस्तों। സർ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ CJP പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ യുവാക്കൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ പേപ്പർ ലീക്ക് കേസിൽ കർശന നടപടികൾ കൊണ്ടുവരും, ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതിയെ ഏൽപ്പിക്കും ഈ കേസ് എന്നൊക്കെ അദ്ദേഹം വളരെ വിശദമായി ഈ വിദ്യാർത്ഥികളോട് തന്നെ സംവദിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇന്നലെ രാത്രിയിലാണെന്ന് തോന്നുന്നു അടുത്ത വീഡിയോ അദ്ദേഹം ഇട്ട് അതിനു മുമ്പത്തെ വീഡിയോയിൽ പ്രതികരിച്ച എല്ലാവർക്കും നന്ദിയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം എത്ര ഡൗൺ ടു എർത്ത് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാം. കാര്യം നമ്മുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അവരുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികം കരുതലും എടുക്കുന്നുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പം സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഇത്രയധികം ഡൗൺ ടു എർത്തായ നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്രയധികം കലാപം ഒരു സൈഡിൽ CJPയുടെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ ആൾക്കാർ പോകുന്നത്? കലാപം എന്ന് പറഞ്ഞാൽ കലാപം ഉണ്ടാക്കുന്നതിന് അതിന് വേണ്ടി ആൾക്കാരൊന്നും വേണ്ടല്ലോ. പാർലമെന്റ് കത്തിക്കണം. 16 കോടി ജനമുണ്ടായിരുന്ന ബംഗ്ലാദേശ് കലാപം ഉണ്ടാക്കിയത് 50,000 പേരാണ് ബേസിക്കലി. മനസ്സിലാവുന്നുണ്ട്. അതെ, ഒറ്റ മനസ്സോടുകൂടി ഒരു ലക്ഷ്യത്തോടുകൂടി മറ്റ് 16 കോടി ജനം അറിയുന്നതിന് മുമ്പ് കാര്യം സാധിച്ചെടുക്കുന്ന ഒരവസ്ഥയാണ് ഞാനീ പറഞ്ഞത്. അപ്പൊ കലാപത്തിനെ പാടുന്നില്ല, കലാപത്തിന് ഇത്രയും പേരൊക്കെ മതി, നമ്മൾ പ്ലാൻഡാണ്. അപ്പൊ അതിലേക്ക് ആൾക്കാർ കൂടി വരത്തില്ല. അവരുടെ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി അവർ സംഘടിതമാണല്ലോ, അപ്പോൾ അത് നടത്താൻ പറ്റും. അങ്ങനെയാണ് എല്ലായിടവും കലാപം ഉണ്ടാവും. കലാപത്തിന് മൊത്തം ആൾക്കാരും അല്ല. അപ്പൊ ഇതിനകത്തും ഇതേപോലെ ഒരു കലാപാഹ്വാനമായിരുന്നു. നമ്മുടെ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ യുവാക്കളോട് വന്ന് സംസാരിക്കും നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലേ? ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായത് തന്നെയാണ് നിരന്തരം ഈ കലാപ ആഹ്വാനത്തിന് വേണ്ടി ഇവിടെ അമേരിക്കയും അല്ലെങ്കിൽ പാകിസ്ഥാനും മറ്റു പല ചൈനയും ഒക്കെ ശ്രമിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായാൽ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ പോകും. ഇപ്പോൾ തന്നെ അത് ഏതാണ്ട് ഈ അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ പഠനത്തിനകത്തുണ്ട്. 75 ആകുമ്പോഴത്തേന് അമേരിക്ക മറികടക്കുന്നു. ഇതാണ് പോക്കതെങ്കിൽ. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഏറ്റവും വലിയൊരു വിഷയം, അതായത് പാറ്റ CJP അവർ കൊണ്ടുവന്നു, അത് അക്രമാസക്തമായി. ഇപ്പം നരേന്ദ്രമോദി ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനത്തിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഈ വിഷയം ഗൗരവമുള്ള വിഷയമാണ്. ഇതിനകത്ത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും യാതൊരു കാരണവശാലും ഞാൻ കുറ്റം പറയുന്നില്ല. ഇതിന് ആ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പുരുഷ കേന്ദ്ര ഗവൺമെന്റിന്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾക്കുണ്ടായ പരിഹാരം, അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടായ പാളിച്ചയുടെ പരിഹാരം ഉണ്ടാകും. അത് അക്കമിട്ട് നിരത്തി പുള്ളി പറഞ്ഞു. അതിനകത്ത് ഏതൊക്കെ മേഖലയിൽ കൂടി ഇവർക്ക് ഏതൊക്കെ വലുപ്പത്തിൽ ഉള്ള ശിക്ഷ കൊടുക്കാം, നോ കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ്. എത്ര കൊല്ലം മാക്സിമം ശിക്ഷ കൊടുക്കാൻ പറ്റും, അതിനകത്ത് പഴുതുകൾ അടച്ചെങ്ങനെ ശിക്ഷ കൊടുക്കാൻ പറ്റും, എത്രയും പെട്ടെന്ന് എങ്ങനെ ശിക്ഷ കൊടുക്കാൻ പറ്റും, ഇതിനെപ്പറ്റി എല്ലാം അതാത് ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ അതിൻ്റെ വിവരശേഖരണം നടത്തി കൊണ്ടുവന്ന് പുള്ളിക്ക് രാത്രി തന്നെ സമർപ്പിക്കാൻ പറഞ്ഞ് മണിക്കൂറുകൾക്കകം സമർപ്പിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് വെച്ചിട്ട് മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷെ ചർച്ച ചെയ്തതിന് തീരുമാനമെടുത്തു. മനസ്സിലായില്ലേ? അതാണ് ഇന്ന് വന്നേക്കുന്നത്. ഇതിനകത്ത് 10 കൊല്ലം തടവ്, പിഴ 10 കോടി രൂപ, അല്ലെങ്കിൽ ഇതിനകത്ത് വന്ന് മാനസിക സംഘർഷത്തിൽ വന്ന വിദ്യാർത്ഥികൾക്ക്, അങ്ങനെ പലതും ഇപ്പം ഇതായിട്ടുണ്ട്. ഇപ്പം പിന്നെ ഇത് ഈ നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് മാനസിക സംഘർഷത്തിൽ ഒരു 10-20 കുട്ടികൾ മരിച്ചു. അത് 20 കുട്ടികളായാലും ഒരു കുട്ടിയായാലും നമ്മുടെ കുട്ടികളാണ്, അതിന് വലിയ വിലയുമാണ്. ഒരു കുട്ടിയാണെങ്കിലും ഒരു വീട്ടിലെയാണ്. പക്ഷേ ഇവരെ ഇത്രയും കുട്ടികളുടെ കാര്യം പറയുമ്പോൾ മാനസിക സംഘർഷത്തിൽ ഒരു കൊല്ലം ഇവിടെ മരിക്കുന്ന 13,000-ഓളം കുട്ടികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ. മനസ്സിലാക്കണം. ഒരു വിഷയം ഞാനിപ്പം മരിച്ചതിന് താഴ്ത്തി പറയല്ല, പക്ഷേ ഒരു വിഷയത്തിനകത്ത് ഉയർത്തി കാണിക്കുന്നതിന് പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഉയർത്തി കാണിക്കുന്ന പറഞ്ഞു. അപ്പം ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പം തന്നെ ഈ സമരം CJP നടത്തുന്നത് സമരം അല്ലെങ്കിൽ വലുതാക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിലേക്ക് CJP ഇതിൻ്റെ സന്ദേശം എത്തിക്കുന്നത്, അത് മോശമായ സന്ദേശമായാലും എന്തായാലും എത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാ? ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അങ്ങനെ പലതും. അതിനകത്ത് അവർക്ക് ഈ പറയുന്ന 10-12 മില്യൺ വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ആദ്യത്തെ വീഡിയോ ഈ നരേന്ദ്രമോദി ഇട്ടതിന് ശേഷം ആ വീഡിയോയുടെ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തുലനം ചെയ്യുകയാണ് ഞാൻ ഈ CJP നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസം തുലനം ചെയ്യും.
5 മണിക്കൂറിന് ശേഷം ഈ വീഡിയോയ്ക്ക് വന്ന റീച്ച് 133 MVs. 5 മണിക്കൂർ അദ്ദേഹം അന്നിട്ട് 5 മണിക്കൂർ. ഇപ്പൊ എത്ര ആയെന്ന് കണക്കില്ല. അതിന്റെ ലൈക്സ് വന്നേക്കുന്ന 9 മില്യൺ വ്യൂസ്. അതിന്റെ കമന്റ് വന്നേക്കുന്ന 7.5 കമന്റ്സ്. അതുപോലെ തന്നെ 2.6 മില്യൺ ഷെയറുകൾ. ഇപ്പൊ എത്രയാണെന്ന് അറിയത്തില്ല. അപ്പൊ ഇന്നലെ അദ്ദേഹം ഇതിന് ശേഷം ഇത് പ്രതികരിച്ചതിനും അദ്ദേഹത്തോട് അല്ലെങ്കിൽ ഇതിന് അഭിപ്രായം പറഞ്ഞതിനോടും അദ്ദേഹത്തിന് അഭിപ്രായത്തോട് അനുകൂലിച്ചുകാനും പ്രതികൂലിച്ചുകാനും അതിനുശേഷം ഇന്നലെ അദ്ദേഹം രാത്രിയിൽ വീണ്ടും ഒരു 40 മിനിറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ 40 മിനിറ്റ് വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ജെൻസി എന്നാണല്ലോ, ജെൻസി ആണല്ലോ ലോകത്ത് പല തിരുത്തലുകളും കൊണ്ടുവരാൻ നിൽക്കുന്നത്. ഈ ജെൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് 1997 തൊട്ട് 2012 വരെയുള്ള പിള്ളേർ. ഇപ്പൊ 14 വയസ്സ് തൊട്ട് 29 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളും 29 വയസ്സാകുമ്പോഴത്തേന് അതിനകത്ത് ഈ 30 വയസ്സ് അത് ചിലപ്പോൾ വിദ്യാർത്ഥികൾ ഉണ്ടാവും, കാരണം വലിയ പഠനത്തേക്ക് അതിനകത്ത് ജോലി. അപ്പൊ അവരാണ് രാജ്യത്തിന് ഏറ്റവും ഉതകേണ്ടതും. അവരുടെ വലിപ്പവും അവർ ശരിയായ ദിശയിൽ പോയാൽ മാത്രമേ ഒരു രാജ്യം ഏറ്റവും വലിയ വലിപ്പത്തിൽ പോകത്തുള്ളൂ. നമ്മുടെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 68% യുവാക്കളുണ്ടെന്നാവും. അവർക്ക് വേണ്ട പ്രൊമോഷൻ നരേന്ദ്രമോദി വന്നപ്പോൾ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും അല്ലെ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും കൊടുത്ത ഒരു പ്രൊമോഷനും അദ്ദേഹം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊമോഷൻ അതാണ്. അദ്ദേഹത്തിന് അറിയാം നാടിന്റെ പുരോഗതി ഇവരിലായിരിക്കും. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ ഇപ്പൊ പിള്ളേർ വളരെ വലിയ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പുരോഗതി കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന ഇതൊന്നും. അപ്പം അവരുടെ അടുത്ത് പറഞ്ഞിരിക്കും ഇന്നലത്തെ 40 മിനിറ്റ് വീഡിയോകൾക്കകത്ത് സെൽഫി വീഡിയോ ഒക്കെ അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഞാനുമായിട്ട് സംവദിക്കാം. അത് ചുമ്മാതായി ഇവിടുത്തെ ആൾക്കാർ പറയുന്നവർക്കറിയാം. എനിക്കറിയാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നരേന്ദ്രമോദി എന്ന് ആലോചിച്ചോണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, 140 കോടി ജനം, ആ നിൽക്കുന്ന ഒരാൾക്കൊരു കാര്യത്തിന് അദ്ദേഹം ഒരു പരാതി അയച്ചു കഴിഞ്ഞപ്പം ആ പരാതി അവിടെ ചെന്നിട്ട് അതിന് തിരിച്ച് മറുപടി വന്നിട്ട് ആ പരാതി ഇത്ര സ്പീഡിലാണ് പരിഹരിച്ചെന്നല്ല, പരിഹരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പരിഹരിച്ചോ, നിങ്ങൾ തൃപ്തനാണോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും ലെറ്റർ വരുമോ. ഇത് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി. അപ്പൊ ഇവിടെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു MLAക്ക് പഞ്ചായത്ത് എടുത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു തിരക്ക് കേട്ടോ സമയമില്ലെന്നാ പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യമാണ്, അയാളെ ഏൽപ്പിച്ചു. അപ്പൊ അതേ രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ആ മനുഷ്യൻ, ഞാൻ പറഞ്ഞത് ഇപ്പം വേണമെങ്കിൽ യുവമാര് വന്നിരുന്ന് പറയും പിന്നെ അങ്ങനെ പുള്ളിയായിട്ട് അങ്ങ് സംവദിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റു പലതുമാണല്ലോ എന്നുള്ള രീതിയിൽ ഇതിനെ നെഗറ്റീവ് ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. ഇദ്ദേഹമായിട്ട് സംവദിക്കാൻ പറ്റും, അല്ലെങ്കിൽ കമന്റ് ഇട്ടുകൊടുത്താൽ, അല്ലെങ്കിൽ ആശങ്കകൾ പരിഹരിച്ചാൽ, ഈ വിഷയവുമായിട്ടുള്ള ആശങ്കകൾ നാളെ കാലത്ത് ഈ വിഷയം വീണ്ടും ആവർത്തിക്കുമോ, ഇതിനകത്ത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ശിക്ഷ അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലേക്ക് പോകുന്നത്, ആ രീതിയിലേക്ക് ഈ 14 വയസ്സുള്ള കുഞ്ഞുങ്ങൾ 29 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. അതിനപ്പുറമുള്ള ആൾക്കാർ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും. അപ്പൊ അവരെ പറഞ്ഞിരിക്കുക ഇപ്പൊ അദ്ദേഹത്തിന് 75 വയസ്സുണ്ട്, ഏതാണ്ട് 75 വയസ്സിലേക്ക് പോകുന്നു. അതായത് 14 വയസ്സുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ പുള്ളി അവരുടെ അപ്പൂപ്പനാ. മനസ്സിലാവുന്നുണ്ടോ? ആ സ്ഥാനത്ത് നിന്നാണ് പുള്ളി കാര്യങ്ങൾ കൈകാര്യം. അത് ഈ പറയുന്ന മനുഷ്യനെ ഇവിടെ നെഞ്ചത്ത് കയറി എന്ന് ചവിട്ടിക്കൊള്ളണമെന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ഈ ഇന്ത്യ ഇത്രയും വലിയ പുരോഗതിയിൽ ആത്മാർത്ഥമായിട്ട് ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും വേണ്ടി രാപകലില്ലാതെ അദ്ദേഹത്തെ ഏൽപ്പിച്ചേക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, എല്ലാവരും പറഞ്ഞല്ലോ ഇവിടെ കഴിഞ്ഞ ഒരു പെണ്ണും പിള്ള അവളെ എനിക്ക് തോന്നുന്നു രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് 3 നേരം ഞാൻ കുറ്റം പറയില്ല ഭക്ഷണം കഴിക്കുന്നു, രാവിലെ വരെ ടോക്ക് കിട്ടിയാൽ ഞാൻ നരേന്ദ്രമോദിയെ വെടിവെച്ചുള്ളൂ എന്താ പറയാ. അപ്പൊ ഒന്നും അല്ല, ഇത് അതൊരു ഹീറോയിസമായിട്ട് ഒന്നും അറിയാത്തോണ്ടാണോ? ഒന്നും അറിയാത്ത നാളെ മോളെ തന്ത കൊല്ലുവോ, അവിടെ മക്കളെ കൊല്ലുവോ? അപ്പൊ നരേന്ദ്രമോദിയെ കൊല്ലുന്നത് ഏതാണ്ട് ഹീറോയിസം ആണെന്നുള്ള രീതിയിൽ ഈ കേരളത്തിലേത് വേറെ എങ്കിലും ഇല്ലല്ലോ. എന്താ തമിഴ്നാട്ടിലെ വിജയ് ചെറുപ്പക്കാരനല്ലേ, അവിടെ മഹാരാഷ്ട്രയിലല്ലോ. ബീഹാർ കഴിഞ്ഞ ദിവസം ഈ പ്രൊട്ടസ്റ്റായിട്ട് വന്നതിനെ ലൂക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചേക്കാം 120 പേർക്കെതിരെ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു സോക്കേട് ഇവിടെ എന്താ വരുന്നേ? അപ്പൊ ഇവിടെ ഇരിക്കുന്നവൻ, ഇവിടെ ഇതിന് ഭാഗമാകുന്നവൻ, അല്ലെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പണ്ട് നേരത്തെ വന്ന ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ രഹസ്യാന്വേഷണത്തിന്റെ റിപ്പോർട്ട് കറക്റ്റ്, കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ രാജ്യവിരുദ്ധ ശക്തികൾ ഹോൾഡ് ആവുന്ന ഒരിടം കേരളം എന്നാണ്. നേരത്തെ ഇപ്പം മോദി വന്നതിന് ശേഷം അതിന് മുമ്പ് ശരിയല്ലേ ഇത് പറയുന്നത്? നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറയാൻ വ്ളോഗർമാര്, സാധാരണ ഒരു ബോധമില്ലാത്ത നാട്ടുകാര്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ കർമ്മം എന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് ഇവിടെ അല്ല ഹീറോയിസം എന്ന് പറഞ്ഞാൽ അത് ഒരു ഹീറോയിസം ഞാനിങ്ങനെ
ഉണ്ടാക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയും ഞാൻ പട്ടാളത്തിൽ പോവും എന്റെ രാജ്യത്തിന് വേണ്ടി, അതൊരു ഹീറോയിസമാണ്. അങ്ങനെ ഈ രീതിയിലൊക്കെ ഒരു മേക്കപ്പ് നമ്മളിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തരും, മോനെ പട്ടാളം എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ, ഇന്ത്യ നോക്കുന്ന അല്ലെ പോലീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരെ പറ്റി, വല്ല മഹാത്മാഗാന്ധിയെ പറ്റി മറ്റു പലരെ പറ്റി ഇങ്ങനെ ഓരോരുത്തരെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നതനുസരിച്ചാണല്ലോ അവർ നമ്മുടെ ഹീറോസ് ആവുന്നത്. ഇതേപോലെ മോദിയെ കൊല്ലുന്നത് ഹീറോയിസം ആകുന്നെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഇടം കൂടുതൽ ഉള്ള ഒരു സ്ഥലമായിട്ട് കേരളം മാറുന്നു എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയുള്ള പ്രമോഷൻ അറിഞ്ഞും അറിയാതെയും ദീർഘമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ അപകടകരമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന അപ്പം ഇതേ രീതിയിലേക്ക് ഞാൻ ഇതേ രീതിയിലേക്ക് നരേന്ദ്രമോദി സംവദിക്കാൻ പോകുക. കാരണം ഇതേ രീതിയിലേക്ക് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇപ്പൊ പറഞ്ഞതുപോലെ കൊല്ലണമെന്ന് പറയുന്നത്. അപ്പം പ്രധാനമന്ത്രിയെ ആ രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലെ സമസ്ത ജനങ്ങൾക്കും വേണ്ടി ഇന്ത്യക്ക് ഏതെല്ലാം രീതിയിൽ പുരോഗതി ഉണ്ടാക്കണമെന്ന് അപ്പം ഈ കൊല്ലണമെന്ന് പറയുന്നവർ ആരുടെ ഭാഗമാണ്? ഇന്ത്യയുടെ ഭാഗമല്ലല്ലോ. അവരാണല്ലോ ഈ സമരം നടത്തുന്നത്. അപ്പം ഏതാണ്ട് 2 വീഡിയോ കൊണ്ട് CJP സമരം പാറ്റകൾ പാറിപ്പറന്നുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അത് പാറ്റ സമരം നമ്മുടെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഇവിടെ ആവേശം കൊണ്ടതും നരേന്ദ്രമോദി ഇറങ്ങുമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ചെയ്തവനൊക്കെ ഇപ്പോൾ ഒന്ന് മാപ്പ് പറയുന്നുണ്ട്. അവന്മാർ വിചാരിച്ചത് ഏതാണ്ട് ഓക്കെ ആയി. ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ കണ്ടുകൊണ്ടും പിന്നെ അവിടെ ഇവരാരും മിണ്ടുന്നില്ലായിരുന്നു. ഇത് എവിടം വരെ ഉണ്ടെന്ന് എവിടം വരെ നമ്മൾ ചിലപ്പോൾ പറയും, നീ ചില ആൾക്കാർ ബഹളം വയ്ക്കുമ്പോ എവിടം വരെ ഉണ്ടെന്ന് അറിയട്ടാ, ചില ആൾ എന്നിട്ട് അടങ്ങിയിരുന്നിട്ട് എവിടം വരെ ഉണ്ടെന്ന് നോക്കി, ഏകദേശം എവിടം വരെ ഉണ്ടെന്നൊക്കെ മനസ്സിലായി. ലോഹയിട്ടവന്മാരെ ഇറങ്ങിയായിരുന്നു, ഇസ്ലാമിസ്റ്റുകൾ ഇറങ്ങിയായിരുന്നു, ഖാലിസ്ഥാൻവാദികൾ ഇറങ്ങിയായിരുന്നു, ഗുണ്ടാ സ്റ്റാർ മൊത്തം ഇറങ്ങിയായിരുന്നു. അപ്പം കണ്ടല്ലോ നമ്മൾ ലോഹയിട്ട ഈ പള്ളിയിലച്ചന്മാരുടെ പണി എന്തോ പൗരോഹിത്യം. അതിപ്പം ഡൽഹിയിൽ രാത്രി ചെന്നായിരുന്നു, എല്ലാം ഇറങ്ങി. ഇപ്പൊ ഇതൊക്കെ നാളെ കാലത്തെ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. പള്ളിയിലച്ചന്മാരുടെ പണി ഏതൊക്കെ തലത്തിൽ എവിടൊക്കെ അവർ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം പരസ്യമായി, ഇതുവരെ രഹസ്യമായിരുന്നു. അപ്പം ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അതിനുശേഷം ഇതിപ്പോൾ കൈകാര്യം ചെയ്യും. അതാണ് അറിയേണ്ടത്. കാരണം പണ്ട് ഇന്നലെ സന്ധ്യ വെച്ച ഒരു ജരാസനന്റെ കൂട്ട് ഒരു കഥ. ഇപ്പൊ ഇതിനകത്ത് ജരാസനായിട്ട് വന്നേക്കുന്ന ആരാന്നറിയാം? അഭിജിത് ദീപ്കയാ. അവനെ വീണ്ടും എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ പാംചുക്കാണ് ഇതിനകത്ത് ഈ ജരാസനൻ എന്ന് പറയുന്നത്. എല്ലാരെയും വിളിച്ചു കൂട്ടി കൊടുത്തു. കാരണം ഇനിയിപ്പം നിഗ്രഹണത്തിലേക്ക് പോവാം. ഏതായാലും ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെയാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് കേട്ടോ. കാരണം വളരെ കാരണം പുള്ളിയുടെ കർമ്മം ശുദ്ധമാണല്ലോ. അങ്ങനെയുള്ളവർക്ക് എന്തിനാ ചാട്ടം, വെപ്രാളം, പരവേശം? അയാൾ ചെയ്യുന്ന മൊത്തവും ശുദ്ധമായ കർമ്മമാണ്. അപ്പൊ അതിനകത്ത് അങ്ങേർക്കറിയാതെ എവിടെ ചെന്ന് തീരുമെന്ന്. പിന്നെ മാത്രം ഇത് എത്ര കണ്ടതാ പുള്ളി ഇത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തൊട്ട്, ഗുജറാത്ത് കലാപം തൊട്ട് കണ്ടതല്ലേ. അയാൾക്ക് അനുകൂലമായിട്ടൊന്നും ഒരിടത്തും നിന്നിട്ടില്ലല്ലോ. അയാൾക്ക് അനുകൂലമായിട്ട് മാധ്യമങ്ങളെങ്കിലും നിന്നിട്ടുണ്ടോ? പുള്ളിയെ പ്രൊമോട്ട് ചെയ്ത് പുള്ളി വന്നത് ഏതെങ്കിലും മാധ്യമ അജണ്ട കൊണ്ടാണോ? അപ്പൊ ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല. മനസ്സിലാവില്ലേ? പുള്ളി ചെയ്യുന്നത് കഴിവുണ്ട്. കാരണം പുള്ളി നിരന്തരം അദ്ദേഹത്തിന്റെ കർമ്മം വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഏതായാലും ഈ പാറ്റെ 2 വീഡിയോ കൊണ്ട് പുള്ളി തൂക്കി എന്ന് വേണം പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.